ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഗാന്ധിജിക്ക് 100 വയസ്സ് തികഞ്ഞതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പായി അച്ചടിച്ചിട്ടുള്ള നോട്ടാണ്. അതിൻ്റെ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ അതൊന്ന് നോക്കാം. 1969 ഈ നോട്ട് അച്ചടിച്ചിരിക്കുന്നത്. 1970 അച്ചടിച്ചിട്ടുണ്ട്. 1969 LK ഝാ എന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോട് കൂടിയിട്ടാണ് അച്ചടിച്ചിട്ടുള്ളത്. ഇൻസെറ്റ് പ്ലെയിൻ ആണ്. പ്രിഫിക്സ് എയിൽ തുടങ്ങി J89 വരെയുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 350 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി അതേ നോട്ട് തന്നെയാണ്. കയ്യൊപ്പ് മാറിയിട്ടുണ്ട്. BN അഡാർക്കർ എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. 1970 നോട്ട് അച്ചടിച്ചിട്ടുള്ളത്. അതിൻ്റെയും ഇൻസെറ്റ് പ്ലെയിൻ ആണ്. പ്രിഫിക്സ് കെയിൽ തുടങ്ങി N84 വരെയുള്ള നോട്ടുകൾ N84 വരെയുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 350 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി വീണ്ടും നോട്ടിൻ്റെ ആ പഴയ രൂപത്തിലേക്ക് വന്നിരിക്കുകയാണ്. ബോട്ട് ഉള്ളതാണ്. ആയിരത്തി 1970 മുതൽ 1975 വരെ അച്ചടിച്ചിട്ടുള്ള ഈ ഒരു നോട്ടിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഭാരതീയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ഇംഗ്ലീഷ് റിമൂവ്ഡ് ഓൺ റിവേഴ്സ് സൈഡിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഇല്ലാതെയാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് വരെയുള്ള നോട്ടിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പിൻവശത്ത് അച്ചടിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ നോട്ട് ഇതാണ്. ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പുറകുവശത്ത് ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഈ നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ആ ഒരു നോട്ടിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. സിഗ്നേച്ചർ S ജഗന്നാഥൻ എന്ന അദ്ദേഹത്തിൻ്റെതാണ്. 1970 1975 കാലഘട്ടത്തിലാണ് ഈ നോട്ട് അച്ചടിച്ചിട്ടുള്ളത്. ഇൻസെറ്റ് പ്ലെയിൻ ആണ്. പ്രിഫിക്സ് H7 തുടങ്ങി Y99 വരെ അച്ചടിച്ചിട്ടുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 100 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ഇൻസെറ്റ് A ആയിട്ടുള്ള നോട്ടുകൾ. പ്രിഫിക്സ് എയിൽ തുടങ്ങി R39 വരെയുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 100 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. അടുത്തതായി അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പോട് കൂടി അച്ചടിച്ചിട്ടുള്ള A ഇൻസെറ്റ് ആയിട്ടുള്ള നോട്ടുകളാണ്. പ്രിഫിക്സ് മാറ്റമുണ്ട്. R40 അല്ല, അതിൻ്റെ ബാക്കിയാണിത്. നേരത്തെ നോട്ടിൻ്റെ അതിൻ്റെ ബാക്കിയാണിത്. പക്ഷേ രണ്ടും ഒരു വിലയായ സ്ഥിതിക്ക് ഒരുമിച്ച് കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരിത്. രണ്ടിനും ഒരേ വിലയാണല്ലോ. അതിനും 100 രൂപ, ഇതിനും 100 രൂപ. പ്രത്യേകം മാറ്റി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. ഇൻസെറ്റ് A ആണ്. പ്രിഫിക്സ് R40 തുടങ്ങി Y99 വരെയുള്ള നോട്ടുകൾ. ഇതിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ആൻഡ് ഫോർമാറ്റ് മറ്റേത് കറക്റ്റ് അല്ലായിരുന്നു തോന്നുന്നു. മറ്റേത് ഇതുകൊണ്ട് ഇത്രയും കൊടുത്തിട്ടില്ല. ഡിസൈൻ ആൻഡ് ഫോർമാറ്റ് സെയിം ആൻഡ് പ്രീവിയസ് ഇഷ്യൂ 5/4/14. അതായത് നേരത്തെ നോട്ടിൻ്റെ ബാക്കിയാണിത്.
ഇൻസെറ്റ് ലെറ്റർ ചേഞ്ച്ഡ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ ആൻഡ് ഫോർമാറ്റ് സെയിം ആസ് പ്രീവിയസ് ഇഷ്യൂ 5/4/14 കറക്റ്റഡ് ഉറുദു ഇൻസ്ക്രിപ്ഷൻ ഇൻ ലാംഗ്വേജ് പാനൽ. അതായത് ഉറുദു കറക്റ്റായിട്ട് അച്ചടിച്ചിരിക്കുന്നു. ഉറുദു നേരത്തെ എങ്ങാണ്ട് തെറ്റായിട്ട് അച്ചടിച്ചിട്ടുണ്ടായിരുന്നു, അത് തിരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ വിലവിവരങ്ങളിലേക്ക് വരാം. വിലവിവരം പറഞ്ഞു കഴിഞ്ഞല്ലോ, 200 രൂപയല്ലേ. അടുത്തതായി അതേ കാലവർഷം തന്നെ 1970-75 ആ കാലഘട്ടത്തിൽ തന്നെ അച്ചടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ കയ്യൊപ്പോട് കൂടിയിട്ടുള്ള ബി ഇൻസെറ്റുള്ള നോട്ടുകളുടെ വിലവരമാണ്. പ്രിഫിക്സ് എയിൽ തുടങ്ങി B53 വരെയുള്ള നോട്ടുകൾ UNC കണ്ടീഷനിൽ 750 രൂപ വരെ വിലമതിക്കുന്ന നോട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ തുടക്ക വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.